ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നവരോടാണ്. നിങ്ങൾക്ക് മഹാഭാരത യുദ്ധം ഓർമ്മയില്ലേ? വില്ലാളി വീരനായിട്ടുള്ള അർജുനന് ആ യുദ്ധത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെ ഉണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളികളായിരുന്നു. ഭീമനുണ്ടായിരുന്നു, യുധിഷ്ഠിരനുണ്ടായിരുന്നു, നകുലനും സഹദേവനും ഉണ്ടായിരുന്നു. അന്ന് അർജുനന്റെ തേര് തെളിച്ചത് ലോകൈകനാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു. ആ യുദ്ധത്തിൽ അർജുനന് ഉപദേശങ്ങൾ പകർന്നു കൊടുത്തത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനായിരുന്നു. എന്നിട്ടും ആ യുദ്ധത്തിനിടയിൽ വെച്ച് അർജുനന്റെ കൈകൾ വിറക്കുകയുണ്ടായി, അദ്ദേഹത്തിന്റെ വില്ല് താഴെ വീഴുകയുണ്ടായി. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിജയം കാക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ടാവും. നമ്മുടെ കുടുംബമായും സുഹൃത്തുക്കളായും സഹോദരങ്ങളായിട്ടുമൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ ജീവിതം എന്ന യുദ്ധത്തിലെ പോരാട്ട ഭൂമിയിൽ നിങ്ങൾ ഏറെക്കുറെ ഒറ്റയ്ക്കാണ് ആ പോരാട്ടത്തെ നേരിടേണ്ടി വരിക. ആ യുദ്ധത്തെ നേരിടേണ്ടി വരിക നിങ്ങൾ ഒറ്റയ്ക്കാണ്. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം നമുക്ക് ഓർമ്മയില്ലേ? ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിനകത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, വിദ്യ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകന്മാരുണ്ടാവും. നമ്മൾ നല്ല രീതിയിൽ വിദ്യാഭ്യസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടാവും. നമ്മളെ സഹായിക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും, സഹപാഠികളുണ്ടാവും. പക്ഷേ ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിലെത്തുമ്പോൾ പരീക്ഷയ്ക്ക് മുന്നിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യക്കടലാസും ഉത്തരക്കടലാസും തമ്മിലുള്ള ദൂരം നിങ്ങൾ മാത്രമാണ്. അവിടെ നമ്മളെ സഹായിക്കാൻ നമ്മളെ വിദ്യാഭ്യസിച്ച അധ്യാപകന്മാർക്ക് എത്താൻ സാധിക്കുകയില്ല. നമ്മളുടെ വിജയം ആഗ്രഹിക്കുന്ന, വിജയം പ്രതീക്ഷിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരിക്കലും അവിടെ വന്ന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. ആ പരീക്ഷ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് എഴുതേണ്ടി വരിക. ജീവിതവും ഇങ്ങനെയാണ്. ആരൊക്കെ കൂടെയുണ്ടെങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോരാടേണ്ടത്. ആ യുദ്ധം ജയിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളെ ലോകം വിജയി എന്ന് വിളിക്കും. പക്ഷേ ആ യുദ്ധം നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പോരാടണം. അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയി എന്നുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ജീവിതം ഏറെക്കുറെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എല്ലാവരും കൂടെ ഉണ്ടാകണം എന്നുള്ളതല്ല, മറിച്ച് ആരുമില്ലെങ്കിലും മുന്നോട്ട് ഏറ്റവും നല്ല രീതിയിൽ നടക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയവർ കരുതേണ്ടത്, ഒറ്റപ്പെട്ടു പോയത് നമ്മുടെ വിധിയല്ല, മറിച്ച് നിങ്ങൾ നേരിടുന്ന പരീക്ഷണമാണ്. ഒറ്റയ്ക്ക് നിങ്ങളതിനെ മറികടക്കും എന്നുള്ള തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാനും സാധിക്കും.